ഏതൊരു മഹത്തായ പ്രവർത്തനത്തിൻ്റെയും തുടക്കം ശാന്തമായ മനസ്സോടെയാകട്ടെ. നമ്മുടെ ചിന്തകളെ ഏകാഗ്രമാക്കി ലഹരിമുക്തമായ ഒരു സമൂഹത്തിനും ആരോഗ്യപൂർണമായ യുവതലമുറയ്ക്കും ശക്തവും വികസിതവുമായ ഭാരതത്തിനായി നമുക്കിന്നത്തെ ഈ പ്രോഗ്രാം പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി NSSലെ വിദ്യാർത്ഥികളെ ക്ഷണിച്ചുകൊള്ളുന്നു. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. ഓ മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. ഇന്നത്തെ ഈ മഹത്തായ സംരംഭത്തിന് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായി ബ്രഹ്മകുമാരീസിൻ്റെ അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലാ സഞ്ചാലികയായ ബ്രഹ്മകുമാരി സുനിത ബഹൻജിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ N. ശംസുദ്ദീൻ അവകളെ, മറ്റുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, രാജസ്ഥാനിൽ മൗണ്ട് ആബു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബ്രഹ്മകുമാരീസിൻ്റെ മെഡിക്കൽ വിങ് നശാമുക്ത ഭാരത് അഭിയാൻ്റെയും മിഷൻ സ്പന്ദൻ്റെയും കീഴിൽ നടക്കുന്ന 10 കോടി ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തി പ്രതിജ്ഞയെടുപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി വളരെ തിരക്കിനിടയിലും ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ശ്രീ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് N. ശംസുദ്ദീൻ അവർകളെ ഞാൻ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷകയായ പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ PM അവർകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മകുമാരീസിൻ്റെ മലപ്പുറം പാലക്കാട് ജില്ലകളുടെ കോർഡിനേറ്ററായ ബ്രഹ്മകുമാരി മീന അവർകളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ആശംസകൾ പറയുന്ന വൈസ് പ്രിൻസിപ്പളായ MES കോളേജിലെ വൈസ് പ്രിൻസിപ്പളായ ഡോക്ടർ TK ജലീൽ അവർകളെയും ഞാൻ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. MES കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസറായ ശ്രീ ഷെരീഫ് അവർകളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
NCC ആർമി കെയർ ടേക്കറായ ശ്രീ സിറാജുദ്ദീൻ അവർകളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മകുമാരീസിൻ്റെ മീഡിയ കോർഡിനേറ്ററായ BK ഗോപാലകൃഷ്ണൻ അവർകളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ മംഗളകരമായ വിജയം എന്ന് പറയുന്നത് ഈ കോളേജിലെ തന്നെ കുട്ടികളാണ്. ഇന്ത്യയുടെ നാളത്തെ അഭിമാനമായ MES കോളേജിലെ വിദ്യാർത്ഥികളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മകുമാരീസിൻ്റെ വിവിധ ശാഖകളിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെയധികം നന്ദി സുനിത ബെഞ്ചി. അടുത്തതായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥികളെ ആദരപൂർവം അവർക്ക് ഷോൾ അണിയിച്ച് ബ്രഹ്മകുമാരി മീന ബെഞ്ചി ആദരവ് നൽകുന്നു. അതുപോലെ തന്നെ ബ്രഹ്മകുമാരി സഹോദരി സഹോദരന്മാർ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഈശ്വരീയ ഉപഹാരം നൽകി അവരെയും ആദരിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ആദരണീയനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ സർ, കോളേജിൻ്റെ ട്രഷറർ CP ഷുഹാബുദ്ദീൻ സർ, കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ TK ജലീൽ സർ, ഡയറക്ടർ ബ്രഹ്മകുമാരീസ് BK മീന അവർകൾ, NSS പ്രോഗ്രാം ഓഫീസർ ഷെരീഫ് സാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ സ്നേഹം നിറഞ്ഞ NSS വോളണ്ടിയേഴ്സ്, NCC കേഡറ്റ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ കോളേജിലെ ഈ ഒരു അധ്യയന വർഷം തുടങ്ങി 2.5 മാസം ആകുമ്പോഴേക്കും ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ഒരുപാട് എണ്ണം നമ്മൾ നടത്തിക്കഴിഞ്ഞു. ഒരു 4 സെഷനുകളെങ്കിലും പല തലങ്ങളിലായി നമ്മൾ കോളേജിൽ നടത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ആൻറ്റി നാർക്കോട്ടിക് ബ്യൂറോയുടെ ഒരു പ്രോഗ്രാം വളരെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യുകയുണ്ടായി. അവരുടെ എറണാകുളം റേഞ്ച് ഓഫീസറായിട്ടുള്ള ഒരു ഉത്തരേന്ത്യൻ ഭാരവാഹിയായിരുന്നു നമ്മളുടെ സെഷൻ ഹാൻഡിൽ ചെയ്തിരുന്നത്. NSS NCC കേഡറ്റ്സിന് മാത്രമല്ല കോളേജിലെ വിദ്യാർത്ഥിനികൾക്കും നമ്മൾ ഈ സെഷൻ കാലങ്ങളായിട്ട് റെഗുലറായിട്ട് തന്നെ നടത്തുന്നുണ്ട്. നമ്മൾ ലഹരിക്ക് വേണ്ടി എത്രയധികം ക്ലാസ്സുകളും എത്രയധികം ബോധവൽക്കരണങ്ങളും കൊടുക്കുന്നുവോ അത്രയും അധികം തന്നെ തിരിച്ച് ഇത് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തായാലും ലഹരി എന്നുള്ള ഈ വിപത്തിനെ തടയുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ചും എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യാൻ കഴിയും. ഈ ഒരു പ്രായം, ഇന്ന് നമുക്കറിയാം, പ്രായം ഒരു ബാരിയറേ അല്ല ലഹരിക്ക്. പല പ്രായത്തിലുള്ളവരും, അതായത് പണ്ടൊക്കെ കുറച്ചൊരു ഏജ് ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ലഹരി ഇന്ന് കുറച്ചുകൂടി പ്രായമായ ആളുകളിലേക്കുമൊക്കെ വളരെയധികം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളുടെ കൂട്ടുകാരായിട്ടുള്ള വിദ്യാർത്ഥിനികൾ ഏതെങ്കിലുമൊക്കെ ഒരു കുരുക്കിൽ ചെന്ന് പെട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക അവരുടെ കൂട്ടുകാർക്കാണ്. അപ്പോൾ
ഈ ഒരു പ്രായം എന്ന് പറയുമ്പോഴേക്കും പലപ്പോഴും മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ ചെയ്തികൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോഴേക്കും അത് ഒരു ഉപദേശമായിട്ട് പലപ്പോഴും കുട്ടികൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഉപദേശം എന്ന് പറയുമ്പോഴേക്കും പലർക്കും ഉപദേശം എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ വളരെ ചതുർത്ഥിയാണ്. പക്ഷെ നിങ്ങൾ കൂടെയുള്ളവരാകുമ്പോഴേക്കും അവരുടെ പറച്ചിലുകളും അവരുടെ പ്രവൃത്തികളുമാണ് എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം കുറച്ചും കൂടി പ്രായമുള്ള ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾക്കതൊരു ഇപ്പോൾ മാതാപിതാക്കളാണെങ്കിൽ പറയുമ്പോഴേക്കും തന്ത വൈബ് അല്ലെങ്കിൽ തള വൈബ് അങ്ങനെയൊക്കെയുള്ള ഒരു സംസ്കാരമാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുക കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് എത്ര തവണ കേട്ടാലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ എൻ്റെ വിദ്യാർത്ഥിനികൾ എപ്പോഴും അത് കേൾക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഒരു കാര്യം നമ്മൾ ഒരു പ്രാവശ്യം കേൾക്കുന്നതും 10 പ്രാവശ്യം കേൾക്കുന്നതും ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്കത് കുറച്ചും കൂടി നമ്മുടെ ഉള്ളിലേക്ക് അത് വേരൂന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ഓരോ തവണ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒന്നും കൂടി ഡീപ്പ് റൂട്ടഡ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗിച്ച് നിങ്ങളുടെ ആരെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കാണുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അതിലേക്ക് ഇറങ്ങുകയോ അതിൻ്റെ പാർട്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് അത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസിനെ അറിയിക്കുക. നമ്മൾക്കറിയാം നമ്മുടെ കോളേജിലെ അധ്യാപകരൊക്കെ വളരെ നിങ്ങളുമായിട്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഈ വൈകിയ വേളയിൽ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് ബ്രഹ്മകുമാരീസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് നമ്മളുടെ കോളേജിലെ വിദ്യാർത്ഥിനികളെ പങ്കെടുപ്പിക്കാൻ നേതൃത്വം നൽകിയ ഷെരീഫ് സാറിനെയും അഭിനന്ദിച്ചുകൊണ്ട് നമ്മളുടെ കോളേജിൽ ഈ പ്രോഗ്രാമിന് വേണ്ടി വന്ന നമ്മളുടെ ബഹുമാന്യനായ ഷംസുദ്ദീൻ മിനിസ്റ്റർക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ ഹൃദ്യമായ ഏറെ പ്രസക്തമായ ചടങ്ങിൻ്റെ പ്രിയങ്കരിയായ അധ്യക്ഷ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ PM, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ സിസ്റ്റർ സുനിത, അതുപോലെ തന്നെ വേദിയിലുള്ള ബ്രഹ്മകുമാരി മീന ബഹൻജി, വേദിയിലുള്ള വൈസ് പ്രിൻസിപ്പൽ ടി കെ ജലീൽ, അതുപോലെ തന്നെ NSS പ്രോഗ്രാം ഓഫീസർ ഷെരീഫ്, നമ്മുടെ MES കോളേജ് കമ്മിറ്റിയുടെ ട്രഷറർ ഷിഹാബ്, അതുപോലെ തന്നെ സിറാജുദ്ദീൻ, ശ്രീ ബ്രഹ്മകുമാരി ഗോപാൽകൃഷ്ണൻ തുടങ്ങി വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ കോളേജിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. ബ്രഹ്മകുമാരീസ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, ലോകത്ത് വിവിധ രാജ്യങ്ങളിലും സാമൂഹ്യ സേവനം നടത്തുന്ന, മനുഷ്യർക്കിടയിൽ നന്മയും ഐക്യവും പ്രചരിപ്പിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ്. പ്രധാനമായും വനിതകളാൽ നേതൃത്വം നൽകുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന സംഘടനയാണ്. ഇതിനു മുമ്പും പാലക്കാട് ബ്രഹ്മകുമാരീസിൻ്റെ ചില പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് MES കോളേജിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ
ഏറെ സന്തോഷത്തോടു കൂടി പങ്കാളിയായത്. ഇവിടെ നമുക്കറിയാം ഇതൊരു ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ്. ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തിയുണ്ട് ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്ന വാർത്തകൾ അതാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാസലഹരിയുടെ ശേഖരങ്ങൾ പിടികൂടി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കേരളം വലിയ തോതിൽ രാസലഹരിയുടെ ഒരു പ്രദേശമായി, അത് ലഭിക്കുന്നൊരു ഇടമായി മാറുന്നു എന്നുള്ളത് നമ്മളെ അസ്വസ്ഥരാക്കണം. കാലങ്ങളായി നമ്മൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലാണ്. ഒരു കാലത്ത് മദ്യമായിരുന്നു പ്രശ്നം. അപ്പോൾ മദ്യത്തിനും പിന്നീട് മയക്കുമരുന്നിനും ഒക്കെ എതിരായ നിരവധി പോരാട്ടങ്ങൾ മദ്യവിരുദ്ധ സമിതിയും മദ്യവർജന സമിതികളും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ഇന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഭീകരമായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രതീക്ഷിക്കാത്തിടങ്ങളിലൊക്കെ രാസലഹരിയുടെ സാന്നിധ്യവും രാസലഹരി വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദുരന്തം. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന തൂഫാൻ പോലുള്ള പ്രവർത്തനങ്ങൾ ലഹരിയുടെ വേരറുക്കാനുള്ള പ്രവർത്തനമാണ്. അതിൻ്റെ വരുന്നത്, ഉറവിടം, അതിൻ്റെ പാസേജ്, ഇങ്ങനെയൊക്കെയാണ് അത്തരം കേസുകൾ പിടിക്കപ്പെടുന്നത്. അപ്പോൾ ആ പ്രവർത്തനം നമ്മൾ ശക്തമായിട്ട് നടത്തണം. പിന്നെ നിങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം NSSൻ്റെ വളണ്ടിയേഴ്സാണ് അധികവും അല്ലേ? അപ്പം നിങ്ങൾക്കൊക്കെ വളരെ സംഘടിതമായിട്ട് തന്നെ നിങ്ങൾക്കിടയിൽ നല്ല പ്രചരണമുണ്ട്. ലഹരി വിരുദ്ധതയും ജീവിതത്തിൽ പാലിക്കേണ്ട അച്ചടക്കമൊക്കെ നിങ്ങൾക്കിടയിൽ നിരന്തരം നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷണങ്ങളാണ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ നിങ്ങൾ ആ കാര്യത്തിലൊക്കെ ജാഗ്രതയുള്ളവരാണ്. എന്നാൽ ഇതിൽ ജാഗ്രത കുറഞ്ഞ കുട്ടികളുണ്ടാവും. അവരിലേക്ക് നിങ്ങൾ കൂടുതൽ ശക്തമായി പ്രചരണം നടത്തും. ഇപ്പോൾ ഇവിടെ പല വിധത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നു. അപകടമെന്ന് പറഞ്ഞാൽ അനിഷ്ട സംഭവങ്ങൾ. ഈ ലഹരിക്കരി അടിമപ്പെട്ട കുട്ടികൾ സ്വന്തം മാതാപിതാക്കളെ പോലും വകവരുത്തുന്ന എത്രയോ സംഭവങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടാവും. അപ്പോൾ മൂല്യങ്ങളിൽ ഒന്നും വിശ്വാസമില്ലാതെ ഇങ്ങനെ നശിച്ചു പോകേണ്ടതല്ല നമ്മുടെ ജന്മം. എന്തെങ്കിലും ശരീരത്തിൽ കുത്തിക്കയറ്റി നല്ല വിദ്യാർത്ഥികൾ, നല്ല പ്രാഗൽഭ്യമുള്ള കുട്ടികൾ ശരീരത്തിൽ എന്തോ അടിച്ച് സിറിഞ്ചിൽ കുത്തിക്കയറ്റിയിട്ട് 4-5 കൊല്ലം ഭൂമിയിലുമല്ല ആകാശത്തിലുമല്ല ഏതൊരു മായാലോകത്ത് കഴിയുകയാണ്. അതിലെന്ത് സുഖമാണ്? ജീവിതമെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഒരു 4-5 കൊല്ലം സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്ക് കൃത്യമായി ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ തകർന്ന് അയാൾ രോഗിയായി മാറും. അല്ലെങ്കിൽ മാനസികമായി വലിയ ആദ്യമൂത്ത് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കും. ഇതാണ് ഒരു വലിയ തോതിൽ രാസലഹരികൾ ഉപയോഗിക്കുന്നവരുടെ എൻഡ്. നിങ്ങൾക്ക് കിട്ടിയ ഈ ജീവിതമെന്ന് പറയുന്ന മഹാസൗഭാഗ്യം അങ്ങനെ കളയേണ്ട ഒന്നാണോ? അതാണ് നമ്മൾ ആദ്യം നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒരിക്കലുമല്ല. അപ്പോൾ ജീവിതമാകണം ലഹരി. കലയും സാഹിത്യവും മനുഷ്യർ തമ്മിലുള്ള ബന്ധവും ഐക്യവും അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയാവണം ലഹരി. നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. മാതാപിതാക്കളുടെ ലഹരി എന്താണ്? നിങ്ങളാണ് അവരുടെ ലഹരി. നിങ്ങളുടെ പഠനം, നിങ്ങളുടെ വളർച്ച, പഠനരംഗത്തെ പുരോഗതി, നേട്ടം, നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ വിശേഷങ്ങളും, അവർക്കുണ്ടാകുന്ന സന്തോഷം, അത് ആസ്വദിക്കുക, അത് കാണുക, അത് കണ്ട് കണ്ണ് നിറയുക, അല്ലേ? മനസ്സ് നിറയുക. ഇതാണ് ഒരു അമ്മയുടെയും അച്ഛൻ്റെയും ഉമ്മയുടെയും ബാപ്പയുടെയും ഒക്കെ ലഹരി. അപ്പോൾ തിരിച്ചോ, നിങ്ങളിങ്ങനെ എന്തെങ്കിലും നമ്മൾ കുട്ടികൾക്കിടയിൽ കൊടുക്കേണ്ട മെസ്സേജാണ്. ഞാൻ പറഞ്ഞു നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. കാരണം നിങ്ങൾ NSS പോലെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതിൻ്റെ ഒരു ഗുണം നിങ്ങളുടെ ഇടയിലുണ്ടാവും.
പൊതുവിൽ നമ്മൾ സമൂഹത്തിൽ കൊടുക്കേണ്ട മെസ്സേജാണ്. അപ്പോൾ തിരിച്ച് നിങ്ങൾക്കും അതേപോലെ അമ്മയോടും അച്ഛനോടും സ്നേഹവും കടപ്പാടും, അവരെ വാർദ്ധക്യത്തിൽ പരിരക്ഷിക്കേണ്ടവരും, ഇനി വാർദ്ധക്യമില്ലാന്ന് നോക്കട്ടെ, ഏത് സമയത്താണെങ്കിലും അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടവരും, അതൊക്കെയാണ് ജീവിതത്തിൻ്റെ ലഹരി. അങ്ങനെ ആ അനുഭവങ്ങൾ, ആ ജീവിത സാഹചര്യങ്ങൾ, അതാവണം ലഹരി. തൻ്റെ ജീവിതം ദൈവം അനുഗ്രഹിച്ച് തന്ന, ഈ ഭൂമുഖത്തേക്ക് അനുഗ്രഹിച്ച് തന്ന ഒന്നാണ്. അത് അടയാളപ്പെടുത്തി കടന്നു പോകണം. ഇങ്ങനെ ഒരാൾ ഈ മണ്ണിൽ ജീവിച്ചിരുന്നു, ഒരുത്തൻ ലഹരി അടിച്ച് 5 കൊല്ലം കൊണ്ട് ഫീസായിപ്പോയി എന്ന് പറയുന്നതല്ലല്ലോ അടയാളപ്പെടുത്തൽ. ഞാൻ വളരെ എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് പറയാം. അതാരും ആഗ്രഹിക്കണമില്ല. നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ആഗ്രഹിക്കണ്ടോ? ഇല്ല. നല്ല രീതിയിൽ ജീവിക്കണം. അപ്പോൾ അതിന് ഉള്ള മാർഗം നമുക്ക് തിരഞ്ഞെടുക്കണം. അതൊരിക്കലും ഈ ലഹരിയുടെ വഴിയല്ല എന്ന് നമ്മൾ പ്രചരണം നടത്തണം. ലഹരിയുടെ റിസൾട്ട് എന്താണ്? അത് ഞാനീ പറഞ്ഞ പോലെ ഒന്നുകിൽ മാരക രോഗങ്ങൾ, അല്ലെങ്കിൽ ആത്മഹത്യയാണ്. അങ്ങനെ തീരാനുള്ള ജന്മമല്ല നമ്മുടേത് എന്ന പ്രഖ്യാപനമാണ്, മറ്റുള്ളവരിലേക്കുള്ള പ്രചരണമാണ്. ഇതിനെതിരായ ഒരു വലിയ പ്രചാരണമായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ളത്. സമയം വൈകിയിട്ടുണ്ട്. നിങ്ങളുടെ അസ്വസ്ഥതയും ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ 3 മണി പറഞ്ഞതാണ്. നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോകണം. കാലാവസ്ഥയൊക്കെ മോശമായിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഈ കാര്യത്തിൽ പറയേണ്ടതുമില്ല. ഏതായിരുന്നാലും ബ്രഹ്മകുമാരീസ് വിവിധ സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് ദേശീയ തലത്തിലുള്ളൊരു മഹാ ക്യാമ്പയിനാണ് ലഹരിക്കെതിരെ. ഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അതുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മളുടെ ഇവിടെയും ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇത്തരം സംരംഭങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന ബ്രഹ്മകുമാരീസിന് പ്രത്യേകം അഭിവാദ്യങ്ങൾ നേരുന്നു. ഇത് ഇവിടെ സംഘടിപ്പിക്കാനും വിജയിപ്പിക്കാനൊക്കെ മുന്നോട്ട് വന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കും. ഏവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും കുറേ സമയം കൊണ്ട് കാത്തിരിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വളരെ ആദരണീയരായ ഈ കല്ലടി കോളേജിൻ്റെ സാരഥിയിൽ ബഹുമാന്യനായ നമ്മുടെ മന്ത്രി ഇപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് വിട വാങ്ങിയിരിക്കുകയാണ്. ഒപ്പം കല്ലടി കോളേജിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മളിന്നിവിടെ എടുക്കാൻ പോകുന്ന ഈ പ്രതിജ്ഞ, ഇത് കേവലം ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കലും അത് ഏറ്റുചൊല്ലലും എന്നതിനുപരി സിസ്റ്റർക്ക് നിങ്ങളോടെല്ലാവരോടും പറയാനുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങളെല്ലാവരും ഈ പ്രതിജ്ഞ സ്വയം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അനേകരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കേണ്ട കരങ്ങളാണ്. കാരണം നിങ്ങളതിന് യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. പ്രത്യേകിച്ചും NSSൻ്റെ ഗ്രൂപ്പ്, നിങ്ങളെൻ്റെ മുന്നിലിരിക്കുന്നവർ, ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന്. പക്ഷേ ഈ അവസരത്തിൽ സിസ്റ്റർക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, മദ്യവും പുകവലിയും കഞ്ചാവ് ഉൽപ്പന്നങ്ങളും മാത്രമല്ലല്ലോ ലഹരി. ഇന്നതിനേക്കാളെല്ലാം വലിയ ലഹരി ഏതാണ് ഏറ്റവും വലിയ ലഹരി? മൊബൈൽ ലഹരിയാണ്, അല്ലേ? സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് ആണ്. ഇതിനേക്കാളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം, കോപം എത്ര വലിയ ലഹരിയായിട്ട് മാറിയിരിക്കുകയാണ്. മടി, അലസത, പലതരത്തിലുള്ള ലഹരികളാണ് ഇന്ന് നമ്മളെ പിടിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം പുറത്തു വരാൻ നമുക്ക് വേണ്ടത് കേവലം ഒരു സർക്കാർ വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര വകുപ്പ് വിചാരിച്ചാലോ ലഹരിയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. എല്ലാ തരത്തിലുള്ള ലഹരിയിൽ നിന്നും, അതേത് തന്നെയാണെങ്കിലും, അതൊരു ദുർവികാരമാണെങ്കിലും ദുസ്വഭാവമാണെങ്കിലും അല്ലെങ്കിൽ ഈ കഞ്ചാവ് പോലെയുള്ള മറ്റ് ലഹരി വസ്തുക്കളിൽ നിന്നാണെങ്കിലും പുറത്തു വരാൻ എന്താ വേണ്ടത്? നമ്മുടെ ഒരു തീരുമാനമാണ്. എസ് അല്ലെങ്കിൽ നോ. അത് നമ്മളുടെ വ്യക്തിഗതമാണ്, പേഴ്സണൽ ഡിസിഷനാണ്. ഇന്ന് നമ്മളിവിടെ എടുക്കുന്ന പ്ലെഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സ്ട്രോങ് ഡിസിഷൻ. ശരികൾക്ക് നേരെ എസ്, തെറ്റുകൾക്ക് നേരെ നോ പറയാനുള്ള ആന്തരിക ശക്തിയുടെ വികാസം, അത് നമ്മുടെ ഇന്നർ പവറാണ്. ആ ഇന്നർ പവർ ഉണ്ടാക്കിയെടുക്കുക, അതാണ് നമുക്ക് ലഹരിയിൽ നിന്ന് പുറത്തു വരാനുള്ള ഏകമാത്ര ഉപായം. ബാക്കി നമ്മുടെ അച്ഛനമ്മമാർ കരഞ്ഞതുകൊണ്ട്
നമുക്ക് അല്ലേ, എത്ര അച്ഛനമ്മമാരാണ് ഇന്ന് കരയണേ മക്കളെ ഓർമ്മിച്ച്, മക്കളുടെ തെറ്റുകൾ ഓർമ്മിച്ച് അല്ലേ? നമ്മുടെ അധ്യാപകർ എത്രയോ ശ്രമിക്കണേ, സർക്കാർ എത്രയോ ശ്രമിക്കണേ. കേരള ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ തുഫാൻ എന്ന പ്രോഗ്രാം. ഇതെല്ലാം നടക്കുന്നുണ്ട്, പക്ഷേ തെറ്റുകളുടെ മേൽ തെറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും ചേർന്ന് ഇവിടെ എടുക്കുന്ന ഈ പ്രതിജ്ഞയുടെ പരമോന്നത ലക്ഷ്യം മാറ്റം അഥവാ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ വ്യക്തികളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയ, ഈ രാജയോഗ മെഡിറ്റേഷൻ സെൻറ്റേഴ്സ് 90 വർഷങ്ങളായി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഓരോരുത്തരെയും ആന്തരികമായി സശക്തീകരിക്കുക, ഇന്നർ പവർ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പലപ്പോഴും റോഡിൻ്റെ 2 സൈഡിലും കണ്ടിട്ടില്ലേ, കാടുകൾ എവിടെയൊക്കെയുണ്ടോ കാട് പിടിച്ച് കിടക്കുന്നിടത്ത് എല്ലാവരും വേസ്റ്റ് കൊണ്ടുവന്ന് എറിഞ്ഞിട്ട് പോകും അല്ലേ? അതേസമയം പല ബോർഡുകൾ അവിടെ വെച്ചിട്ട് മാലിന്യം നിക്ഷേപിക്കരുത്, ഇവിടെ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് പഴ കിട്ടുന്നവരെ ബോർഡുകൾ വെച്ചിട്ട് ആ ബോർഡിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് എല്ലാവരും വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ട് പോകും. കാരണം എന്താണ്? എവിടെ കാടുണ്ടോ അവിടെയൊക്കെ വേസ്റ്റ് ഇടും. അതേപോലെ നമ്മുടെ ഉള്ളിൽ വേസ്റ്റ് വലിച്ചെറിയപ്പെടാതിരിക്കണമെങ്കിൽ ഒരു തരത്തിലുള്ള ലഹരിയുടെയും, അതേത് തരത്തിലുള്ള ലഹരിയാണെങ്കിലും ആ ലഹരി ഇവിടെ എറിയപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ കാടുണ്ടാകരുത്. സോ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയ നമ്മളൊരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈലിലൂടെ നമ്മുടെ മനസ്സുകളിൽ പൂന്തോട്ടം ഉണ്ടാക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. മനസ്സുകളിൽ ഫുൾ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കുക, നല്ല ചിന്ത, നല്ല വാക്ക്. നിങ്ങളിവിടെ പ്രെയർ ചെയ്തപ്പോൾ നല്ല ഒന്നാന്തരം പ്രെയറാണ് ചെയ്തത്. നല്ലത് കാണാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് പറയാൻ നമുക്ക് കഴിയുക, അത് ആ രീതിയിൽ നല്ലത് ചിന്തിക്കാൻ നമുക്ക് കഴിയുക. സോ എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കണേ, അപ്പോൾ വേസ്റ്റ് വലിച്ചെറിയപ്പെടുന്നത് ഇല്ലാണ്ടാകും. കാരണം പൂന്തോട്ടം എവിടെ തയ്യാറാക്കിയിട്ടുണ്ടോ, ഞാൻ പല റോഡുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, വേസ്റ്റ് വലിച്ചെറിഞ്ഞിരുന്ന പല റോഡുകളിലും പൂച്ചെടികൾ വെച്ചിട്ട് പൂന്തോട്ടം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടെ വേസ്റ്റ് ഡംപിങ് ഇല്ല. നമുക്കും ചെയ്യേണ്ടത് അതാണ്. ഏത് തരത്തിലും തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ പോസിറ്റിവിറ്റിയുടെ പവർ, മെൻ്റൽ സ്ട്രെങ്ത്, ഇമോഷണലി ഹെൽത്തി ആയിരിക്കുക, മെൻ്റലി ഹെൽത്തി ആയിരിക്കുക, സ്പിരിച്വലി ഹെൽത്തി ആയിരിക്കുക. ലാസ്റ്റ് സിസ്റ്റർ നിങ്ങൾക്ക് 1-2 ടിപ്സ് പറഞ്ഞു തരാം. ആന്തരികമായി നമുക്ക് സ്ട്രോങ് ആകാൻ എല്ലാ ദിവസവും നമ്മുടെ ഡേ ആരംഭിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് സർവശക്തിവാനോട് പറയാം. ആദ്യത്തെ 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യൂ. നമ്മൾ ഒരു ലിവിങ് ബീയിങ് ആണെന്ന കോൺഷ്യസ്നെസ്സിൽ ഇരുന്നുകൊണ്ട് ആ സുപ്രീം ബീയിങ്ങുമായി കണക്റ്റഡ് ആകുമ്പോൾ ഈ മൊബൈൽ ചാർജ് ആകും. രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാം മൊബൈൽ ചാർജ് ചെയ്യില്ലേ, കമ്പ്യൂട്ടർ ചാർജ് ചെയ്യില്ലേ, എല്ലാ ഗാഡ്ജറ്റ്സും എല്ലാം നമ്മൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ റീചാർജബിൾ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യാറുണ്ടോ? അതുകൊണ്ട് ഇത് വീക്കായിപ്പോയി, ഓഫായി കിടക്കുകയാണ്. ആ ഓഫ് ഇരുട്ട്, ആ ഇരുട്ടിലാണ് നമ്മൾ തെറ്റുകളൊക്കെ ചെയ്യുന്നത്. തെറ്റുകൾ വരുമ്പോൾ അറിയാതെ വഴുതി വീഴുന്നത്. സോ അതുകൊണ്ട് ഡെയിലി നിങ്ങൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് മെഡിറ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് എവരി അവർ ചേഞ്ച് ചെയ്ത് ഒരു ടീച്ചർ മാറി ഒരു ടീച്ചർ വരുന്നതിൻ്റെ ഇടയിൽ 1 മിനിറ്റ് സമയം, ഓൺലി ഫോർ 60 സെക്കൻഡ് നിങ്ങൾക്ക് സൈലൻസ് പ്രാക്ടീസ് ചെയ്യാം. ആ സൈലൻസിൽ ലാസ്റ്റ് അവറിൽ എന്താണോ ടീച്ചർ പഠിപ്പിച്ചത് ആദ്യത്തെ 30 സെക്കൻഡ്സ് അതൊന്ന് നമ്മുടെ ഉള്ളിൽ റിവൈൻഡ് ചെയ്യും. അടുത്ത 30 സെക്കൻഡ്സ് നമുക്ക് ഇനി അടുത്ത ടീച്ചർ ഏതാണോ നമുക്ക് അടുത്ത പീരീഡ് അത് വരാൻ പോണേ അത് ഉള്ളിൽ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലൊരു പോസിറ്റീവ് തോട്ട് കൊണ്ടുവരും. I am a powerful being. ആ പോസിറ്റീവ് തോട്ട് കൊണ്ട് നമ്മുടെ മനസ്സിനെ ആ പവർ ഹൗസായിട്ടൊന്ന് കണക്ട് ചെയ്താൽ ആ സൈലൻസ് നമുക്ക് വീണ്ടും അടുത്ത അവറിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കാൻ നമ്മളെ സഹായിക്കും. അങ്ങനെ എവരി 1 hour 1 മിനിറ്റ് സൈലൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്ന് മുതൽ ഒരു 21 ഡേയ്സ് വേണമെങ്കിൽ നിങ്ങളൊരു ചലഞ്ച് പോലെ ചെയ്തു നോക്കും. ഓൺലി 1 മിനിറ്റ് എവരി 1 hour 1 മിനിറ്റ് സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും. ഒരേ ഒരു പോയിന്റും കൂടെ സിസ്റ്റർ നിങ്ങളോട് ഷെയർ ചെയ്യാം. നമ്മുടെ ഉള്ളിൽ പ്രത്യേകിച്ചും മൊബൈൽ അഡിക്ഷൻസിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ
മറ്റുള്ളവരെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മൊബൈല് ഒരു ടേബിളിൽ വയ്ക്കും. എത്ര സമയം വീട്ടിലുണ്ടോ എല്ലാവരുടെയും മൊബൈല്, അച്ഛനും അമ്മയും ഉൾപ്പെടെ ഒരു മൊബൈൽ സ്റ്റാൻഡിൽ വയ്ക്കും, ടേബിളിൽ. പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നില്ലേ? അതുപോലെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോണുകളെ ലാൻഡ് ലൈൻ ആക്കും. അപ്പം നമ്മൾ എന്തേ ചെയ്യുള്ളൂ? ഫോൺ വരുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ. ബാക്കി സമയം ഈ റീൽസ് നിൽക്കുന്നതിൽ നിന്ന് നമ്മളെല്ലാം രക്ഷപ്പെടും. എന്തുകൊണ്ടെന്നാൽ എത്ര നമ്മളിത് നീക്കിക്കൊണ്ടിരിക്കുന്നോ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് നമ്മൾ 2-2.5 മണിക്കൂർ സിനിമ കണ്ടിട്ട് വന്നിട്ട് ആ സിനിമ കഥ മുഴുവൻ അതേപോലെ മറ്റുള്ളവരോട് റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിക്കുമായിരുന്നു, ഒരു പോയിന്റ് പോലും വിടാതെ. അത്ര മെമ്മറി പവർ, കോൺസെൻട്രേഷൻ പവർ നമുക്കുണ്ടായിരുന്നു. ഇന്ന് 2:30 പോയിട്ടൊരു പ്രോഗ്രാം 10 മിനിറ്റ് കാണാൻ നമുക്ക് ക്ഷമയില്ല. അതുകൊണ്ടാണ് ഇന്ന് റീൽസ് എല്ലാം 1 മിനിറ്റ് ആക്കി 30 സെക്കൻഡ്സ് ആക്കി മാറ്റുന്നത്. ആ 30 സെക്കൻഡ്സ് നമ്മൾക്ക് ഫുള്ള് കാണാൻ പറ്റണില്ല. അപ്പോഴേക്കും നമ്മൾ അടുത്തതിലേക്ക് നീക്കുകയാണ് എന്ന് നമ്മൾ എന്ത് റിയലൈസ് ചെയ്യണം? നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കുറഞ്ഞു വരികയാണ്. റിയലൈസ് ചെയ്യണം, നമ്മുടെ മെമ്മറി പവർ കുറയുകയാണ്. സോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു 21 ഡേയ്സ് ഒരു ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് പോലെ ചെയ്യൂ. വീട്ടിൽ അച്ഛനും അമ്മയോട് റിക്വസ്റ്റ് ചെയ്യൂ. വീട്ടിൽ എത്ര പേരുണ്ടോ എല്ലാവരുടെയും മൊബൈലുകൾ ലാൻഡ് ലൈൻ പോലെ ഒരു സ്ഥലത്ത് വയ്ക്കും. ആർക്ക് ഫോൺ വരുന്നോ എടുക്കൂ. ബാക്കിയുള്ള സമയം വീട്ടിലുള്ളവർ നമുക്ക് പരസ്പരം കാണാനും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടി, പരസ്പരം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഈ മൊബൈൽ അഡിക്ഷൻ എന്ന വലിയ നാശത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇന്ന് ഈ 10 കോടി പ്രതിജ്ഞയുടെ ഭാഗമായിട്ടുള്ള പ്ലഡ്ജ് നമുക്കുള്ളുകൊണ്ട് ചെയ്യാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഉള്ളുകൊണ്ട്, കേവലം ഇത് വാക്കുകൾ മാത്രമേ ഇരിക്കരുത്. പ്ലഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയും, പക്ഷേ ഉള്ളുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ഡിസിഷൻ എടുത്തിട്ട് പ്ലഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും വലത് കൈ മുന്നിലേക്ക് നീട്ടാം. ഒരു 10 സെക്കൻഡ്സ് നിങ്ങൾ സൈലൻസിൽ കണ്ണടച്ച് അവരവരുടെ ഉള്ളിലേക്ക് നോക്കും. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് എനിക്ക് മാറ്റണമെന്ന് തോന്നുന്നുവെങ്കിൽ ഈ 10 സെക്കൻഡ്സ് ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് ഇന്നത്തെ ഈ ഇനാഗുറേഷൻ പ്രോഗ്രാമിൽ ഇത്രയും പേരുടെ മുന്നിൽ, നമ്മുടെ എല്ലാം ഗുരുജനങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്, അധ്യാപകര്, നമ്മുടെ മാതാപിതാക്കളെ എല്ലാം മനസ്സാ സ്മരിച്ച് ആ പരം ശക്തി സർവശക്തിവാനെയും സ്മരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്, അവരവരുടെ ലൈഫിന് ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു നെഗറ്റിവിറ്റിയെ മനസ്സുകൊണ്ട് സദാകാലത്തേക്ക് വിട നൽകും. ഉള്ളുകൊണ്ടൊരു തീരുമാനം എടുക്കും, എനിക്കിതിൽ നിന്ന് പുറത്ത് കിടക്കണം, ഞാൻ പുറത്ത് കിടക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ആന്തരിക ശക്തിയെ വർദ്ധിപ്പിക്കും. ഇനി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്ലഡ് ചെയ്യാം. ഞാൻ ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ എല്ലാ തരത്തിലുമുള്ള ലഹരി വസ്തുക്കളിൽ നിന്നും അനാരോഗ്യകരമായ ശീലങ്ങളിൽ നിന്നും സ്വയം അകന്നു നിൽക്കും. ഞാൻ മൂല്യസമ്പന്നവും ആരോഗ്യകരവും മാതൃകാപരവുമായ ഒരു ജീവിതശൈലി പിന്തുടരാൻ സദാ പരിശ്രമിക്കും. ഞാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും മുഴുവൻ സമൂഹത്തെയും ലഹരിമുക്ത ജീവിതം നയിക്കാൻ സദാ പ്രചോദിപ്പിക്കും. ഞാൻ എൻ്റെ സമയം, ഊർജം, കഴിവുകൾ, അവസരങ്ങൾ എല്ലാം സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്കായി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തും.
ഞാൻ ലഹരിമുക്തവും ആരോഗ്യപൂർണവും മൂല്യസമ്പന്നവും വികസിതവുമായ രാഷ്ട്രനിർമ്മാണത്തിനായി എൻ്റെ ക്രിയാത്മക സംഭാവനകൾ നൽകും. എൻ്റെ ഭാരതം ലഹരിമുക്ത ഭാരതം. എൻ്റെ കേരളം ലഹരിമുക്ത കേരളം. എൻ്റെ പാലക്കാട് ലഹരിമുക്ത പാലക്കാട്. എൻ്റെ മണ്ണാർക്കാട് ലഹരിമുക്ത മണ്ണാർക്കാട്. എൻ്റെ കല്ലടി കോളേജ് ലഹരിമുക്ത കോളേജ്. ജയ് ഹിന്ദ്. എല്ലാവർക്കും ഇരിക്കാം. ഒരു നിമിഷം നമ്മളെല്ലാം ചെയ്ത പ്രതിജ്ഞയൊന്ന് മനസ്സുകൊണ്ട് ഫീൽ ചെയ്യും. സൈലൻസിലിരുന്ന് എന്ത് പ്രതിജ്ഞ ചെയ്തു അതൊന്ന് ഫീൽ ചെയ്യൂ. ഞാൻ ഈ ചെയ്തത് വെറും പ്രതിജ്ഞ വാക്കുകളല്ല, ഇത് ഞാൻ എൻ്റെ ലൈഫാക്കി മാറ്റും. സർവശക്തിവാൻ ആ യൂണിവേഴ്സൽ ലൈറ്റിനെ, പരമോന്നത ശക്തിയെ മനസ്സിലൊന്ന് സ്മരിക്കൂ. ആ സർവശക്തിവാൻ പോസിറ്റീവ് എനർജി നൽകി ഞാൻ എടുത്ത പ്രതിജ്ഞ പാലിക്കാൻ എൻ്റെ മനസ്സിനും ശരീരത്തിനും കരുത്തേകുകയാണ്. എൻ്റെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും എല്ലാ ഗുരുജനങ്ങളുടെയും ബ്ലെസ്സിങ്സ് പോസിറ്റീവ് എനർജിയായി ശിരസ് മുതൽ പാദം വരെ എൻ്റെ ശരീരത്തിലും മനസ്സിനും പോസിറ്റീവ് എനർജി നൽകി ആ ബ്ലെസ്സിങ്സിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ജീവിതത്തിനോട് എസ് പറയാനും ലഹരിയോട് നോ പറയാനുമുള്ള കരുത്ത് എനിക്ക് ലഭിക്കുകയാണ്. ഈ പോസിറ്റീവ് എനർജി ഈ ഹാളിലും ഈ കോളേജിലും ഈ മണ്ണാർക്കാട് മുഴുവൻ ഓരോ ഫാമിലിയിലും എൻ്റെ കുടുംബാംഗങ്ങൾക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും വീടുകളിലേക്ക് ഈ പോസിറ്റീവ് വൈബ്രേഷൻ എല്ലാവർക്കും മനക്കരുത്ത് നൽകട്ടെ. എല്ലാവരും എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്ത് കിടക്കട്ടെ. ഈ പോസിറ്റീവ് വൈബ്രേഷൻസ് ഒരു കോട്ടയായി ഈ നാടിനെ സംരക്ഷിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ചടങ്ങിൻ്റെ ഉദ്ഘാടനം ആദരണീയനായ മന്ത്രി അഡ്വക്കേറ്റ് എം ശംസുദ്ദീൻ, ബ്രഹ്മകുമാരി മലപ്പുറം ആൻഡ് പാലക്കാട് ഡയറക്ടർ മീന ബെഹൻജി, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അതിഥികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വളരെ മഹത്തായ ഒരു ചടങ്ങിനാണ് നമ്മളിവിടെ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, രാജ്യത്തുടനീളം ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ഗവൺമെൻറ് തലത്തിലും മറ്റ് സന്നദ്ധ സംഘടനകളിലൂടെയൊക്കെ വളരെ സജീവമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലും തൂഫാൻ എന്ന പ്രോഗ്രാം വളരെ ബൃഹത്തായ രീതിയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി ഒരുപാട് ലഹരി വേട്ടകൾ അത് കണ്ടെത്തുകയും അതിനെതിരായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഗവൺമെൻറ്റും അത് സന്നദ്ധ സംഘടനകളും ഒക്കെ വളരെ മുന്നേറിയിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ അത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബ്രഹ്മകുമാരി അസോസിയേഷനും നമുക്ക് മുമ്പാകെ 10 കോടി പ്രതിജ്ഞയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായും ഈ ഒരു പ്രതിജ്ഞ നമ്മൾ സ്വയം ഏറ്റുചൊല്ലുന്നതോടൊപ്പം സമൂഹത്തിലേക്ക് നമ്മളത് എത്തിക്കുകയും ലഹരിക്കെതിരെയുള്ള ഒരു കാവലാളായിക്കൊണ്ട് നമ്മുടെ നാടിനും വരുന്ന തലമുറയ്ക്ക് വേണ്ടിയും നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരമായി ഇതിനെ കാണണം. ആ ഒരു ഉദ്യോഗവുമായി പ്രവർത്തിക്കുന്ന ബ്രഹ്മകുമാരി അസോസിയേഷനും
അതുപോലെ തന്നെ അതിലെ ഭാഗമായിട്ടുള്ള നമ്മളുടെ NSS, NCC വളണ്ടിയേഴ്സ്, അതിൻ്റെ ആഭിമുഖ്യം പുലർത്തുന്ന എല്ലാ സുമനസ്സുകൾക്കും പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു ഓൾ. ജയ് ഹിന്ദ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ജാസ്മിൻ മാം, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ അവറുകൾ, അതുപോലെ തന്നെ MK മീന, ANG ഡയറക്ടർ ബ്രഹ്മകുമാരീസ്, അതുപോലെ തന്നെ NCC NSS കുട്ടികൾ, ഏതായാലും നാടിനെ കാർന്നു തിന്നുന്ന ഈ ഒരു ലഹരി എന്ന ഈ വിപത്തുമായി സഹകരിച്ചുകൊണ്ട് ഇത്രയും പ്രതിജ്ഞകൾ, 10 കോടി പ്രതിജ്ഞകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബ്രഹ്മകുമാരീസിന് എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. നേരത്തെ നമ്മുടെ സ്കൂളിൽ തന്നെ നമ്മുടെ പ്രഭ ടീച്ചർ നമ്മുടെ സ്കൂളിൽ ഈ പ്രതിജ്ഞയുമായി വന്നിരുന്നു. നമ്മളതിന് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുത്തു. ഏകദേശം 600 കുട്ടികൾ പഠിക്കുന്ന സ്കൂളായിരുന്നു. അവിടെ കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ ചെല്ലിപ്പിക്കുകയും അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പം ഏതായാലും ഈ ഒരു സംവിധാനം മുന്നോട്ട് പോട്ടെ, അതിനുവേണ്ട എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. മനസ്സ് വന്നാവട്ടെ. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, നശാമുക്ത് ഭാരത് പ്ലഡ്ജ് ഞങ്ങൾ NSS യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അപരിചിതമല്ല. ഡിജിറ്റലായിട്ടുള്ള മാർഗങ്ങളിലൂടെ ഞങ്ങൾ ഓരോ വിദ്യാർത്ഥികളും ആ പ്ലഡ്ജ് ചെയ്യുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കിയിട്ടുള്ള ആളുകളാണ്. എന്തായാലും ഇത്തരം ഓരോ പരിപാടികളും ചില ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് നൽകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഇവിടെ ഇതിൻ്റെ പോസ്റ്റർ ക്യാമ്പയിൻ റിലീസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ സാറാണ്. സാറിന് ഈ കോളേജിൻ്റെ ഭാഗത്തു നിന്ന്, ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങ് അധ്യക്ഷം വഹിച്ചത് MES കലടി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ PM മാഡത്തിന് ഈ സംഘാടക സമിതിയുടെ ഭാഗമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ വേദിയിലുള്ള ആശംസ പ്രസംഗം നടത്തിയിട്ടുള്ള ഡോക്ടർ TK ജലീൽ, മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹി ഷിഹാബ് സാർ, സ്വാഗത പ്രസംഗം നൽകിയിട്ടുള്ള BK സുനിത സിസ്റ്റർ, കീനോട്ട് അഡ്രസ് ചെയ്തിട്ടുള്ള BK മീന ബഹൻജി, മറ്റു ബ്രഹ്മകുമാരി സംവിധാനത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള മീഡിയ പ്രവർത്തകർ, ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുള്ള NSS NCC യൂണിറ്റ് അംഗങ്ങൾ, മറ്റു എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സാർ. നമ്മുടെ സമാപന സന്ദേശം. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നാം ഇവിടെ ഒന്നിച്ചു കൂടിയത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രമല്ല, ഒരു പൊതുശത്രുവിനെതിരെ ഒരുമിച്ച് നിൽക്കാനാണ്. ലഹരിയെ ഒറ്റയ്ക്ക് ഒരാൾക്ക് തോൽപ്പിക്കാനാവില്ല. പക്ഷെ ഒരു കുടുംബം കൈകോർത്താൽ അത് ഏറ്റവും വലിയ ശക്തിയാകും. ഒരു കോളേജ് കൈകോർത്താൽ അത് വലിയ പ്രസ്ഥാനമാകും. ഒരു സമൂഹം കൈകോർത്താൽ അത് മാറ്റമാകും. ഒരു രാജ്യം കൈകോർത്താൽ നമുക്ക് തീർച്ചയായും ലഹരിയെ തോൽപ്പിക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുത്ത ഈ പ്രതിജ്ഞ ഒരു വ്യക്തിയുടെ മാത്രം സങ്കല്പമല്ല. 10 കോടി ലഹരിമുക്ത പ്രതിജ്ഞകൾ എന്ന മഹാസങ്കല്പത്തിന് നിങ്ങൾ ചേർത്ത ആ വിലപ്പെട്ട സംഭാവനയാണ്. ഒരു ചെറിയ ജലത്തുള്ളിക്ക് ഒറ്റയ്ക്ക് വലിയ ശക്തി ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഓരോ തുള്ളിയും ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു മഹാസമുദ്രം രൂപപ്പെടുന്നത്. അതുപോലെ ഓരോരുത്തരുടെയും ഈ ചെറിയ സങ്കല്പങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ലഹരിക്കെതിരെയുള്ള ഒരു മഹാശക്തിയായി അത് മാറുന്നത്. നമ്മുടെ ഈ ഒന്നിച്ചുള്ള സങ്കല്പത്തിൻ്റെ ശക്തി ലഹരി എന്ന പൊതുശത്രുവിനെ പോരാടാനുള്ള നമ്മുടെ നിശ്ചയദാർഢ്യത്തെ കൂടുതൽ ശക്തമാക്കട്ടെ. അതോടൊപ്പം ലഹരിയുടെ ദുഷ്പ്രഭാവങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെയും യുവതലമുറയെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ കവചമായി ഈ കൂട്ടായ സങ്കല്പം മാറട്ടെ. മാത്രമല്ല, ലഹരിയുടെ പിടിയിൽ അകപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഈ കൂട്ടായ്മ സന്ദേശമാകട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ കൈചേർത്ത് പിടിക്കാൻ ഒരു സമൂഹം നിങ്ങളോടൊപ്പമുണ്ട്.
അവരിൽ വീണ്ടും പ്രതീക്ഷ ഉണർത്താനും തിരിച്ചു വരാനുമുള്ള ധൈര്യം നൽകാനും പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കാനുമുള്ള ശക്തിയും പ്രചോദനം നൽകാനും നമ്മുടെ ഈ സങ്കല്പത്തിന് കഴിയട്ടെ. ഒരു പ്രതിജ്ഞ, ഒരു സങ്കല്പം, ഒരു തുള്ളി. കോടിക്കണക്കിന് സങ്കല്പങ്ങൾ ഒന്നു ചേരുമ്പോൾ അത് മഹാശക്തിയാകും. ആ മഹാശക്തിയിലൂടെ നമുക്കൊരു ലഹരിമുക്ത ഭാരതം സൃഷ്ടിക്കാം. ഇതിനായി ഇന്ന് നമ്മളോടൊപ്പം കൈകോർത്ത ബഹുമാനപ്പെട്ട മന്ത്രിക്കും കേരള സർക്കാരിനും ഈ പരിപാടിക്ക് പിന്തുണ നൽകിയ MES കല്ലടി കോളേജ് മാനേജ്മെന്റിനും പ്രിൻസിപ്പലിനും അധ്യാപകർക്കും NSS NCC പ്രവർത്തകർക്കും ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ബ്രഹ്മകുമാരീസിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി നന്ദി നന്ദി. ഈ മഹത്തായ സന്ദേശത്തോടെ ഇന്നത്തെ പരിപാടി ഇവിടെ സമാപിക്കുന്നു. നമ്മുടെ ചിന്തകൾക്ക് പ്രകാശവും ഹൃദയങ്ങൾക്ക് ശക്തിയും ഈ മഹത്തായ സങ്കല്പത്തിന് വിജയവും നൽകുന്ന സർവേശ്വരന്റെ സന്നിധിയിൽ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഒരു നിമിഷം മൗന പ്രാർത്ഥനയിൽ ലയിക്കാം.